ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ശുഭമായിട്ടുള്ള വാർത്തയാണ് ഉടനെ കിട്ടാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഗുഡ് ന്യൂസ് കഴിഞ്ഞ് റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ മാരീഡ് കപ്പിൾസ് ആണെങ്കിലോ അൺമാരീഡ് കപ്പിൾസ് ആണെങ്കിലോ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. തേർഡ് പാർട്ടി കാരണമുള്ള പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേറ്റ് ആണ്, ബ്രേക്കപ്പ് ആണ്, നോ കോണ്ടാക്റ്റ് ആണ്, എന്തായിക്കൊള്ളട്ടെ ഇവിടെ നെക്സ്റ്റ് സമയം നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഗുഡ് ന്യൂസ്, അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും നല്ലൊരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഫീലിങ്സ് എന്താണോ അത് ഓപ്പോസിറ്റുള്ള പേഴ്സണ് മനസ്സിലാക്കാൻ സാധിക്കും. ആഴത്തിൽ നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക്. കാരണം പല ആൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ ഫീലിങ്സ് ഓപ്പോസിറ്റുള്ള വ്യക്തി മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധങ്ങളിലുള്ള വിള്ളൽ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിൽ മാരേജ് വരെ കാര്യം പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങളെ മാരേജ് ഉറപ്പിക്കുന്നതായിട്ടുള്ള എനർജി കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് ജേണിയിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ കൗണ്ടർ പാർട്സിനെ കണ്ടിട്ടില്ല, ഇതുവരെയും നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ആ ഒരു കൗണ്ടർ പാർട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇഞ്ഞായൻ്റെ ആ ഒരു എനർജിക്കുള്ളായിട്ട് കാണാൻ സാധിക്കും. ശിവശക്തിയുടെ നേർക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ഭക്തി ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്സിനെ നിങ്ങൾ കാണാൻ പോവുകയാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശിവശക്തിയോട് ഭയങ്കരമായിട്ടൊരു ആരാധന ഉണ്ടാവുന്നതാണ്. നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ഒരു തെറ്റായ ഒരു ഇത് ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആരെങ്കിലും തെറ്റായ രീതിയിൽ ഒരു മോശം ദൃഷ്ടി വച്ചൊക്കെയാണ്, അത് കാരണം എൻ്റെ റിലേഷൻഷിപ്പ് മോശമായി പോകുമോ എന്നുള്ള ആ ഒരു ഇതാണെങ്കിൽ ആ ഒരു മോശം ദൃഷ്ടി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ആരെങ്കിലും മോശമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് പൂർണ്ണ രീതിയിലും പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മാരേജ് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പേടി, ആരെങ്കിലും നിങ്ങളുടെ മാരേജ് തകർക്കുമോ എന്നുള്ള പേടി ഉണ്ടെങ്കിൽ അതിലും ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ചില സമയം വളരെ മോശമാകുമ്പോൾ സ്ഥിതികൾ ഇങ്ങനെ ക്രിയേറ്റ് ആകും. അങ്ങനെ ക്രിയേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ മാരേഡ് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ സ്ഥിതികൾ നമുക്ക് ഫേവർ ആകുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറുകയും ചെയ്യുന്നതാണ്. ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവേഴ്സാണ്, അൺമാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആ ഒരു കോളോ മെസ്സേജോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരുടെ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ. ഇവിടെ നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ അച്ഛനും അമ്മയും എഗ്രി ആവുന്നില്ല എങ്കിൽ അവർ നിങ്ങളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എഗ്രി ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സന്തോഷിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇതുവരെയും നിങ്ങൾക്ക് മാതൃത്വത്തിൻ്റെ ആ ഒരു സുഖം ലഭിച്ചില്ല എങ്കിൽ മാതൃത്വത്തിൻ്റെ സുഖം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾ അച്ഛനും അമ്മയാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ റീഡിങ് കാണുന്നതെങ്കിൽ മക്കളുടെ മാരേജ് റിലേറ്റഡ് ആയിട്ട് എങ്കിൽ വളരെ നല്ലൊരു ബന്ധം നിങ്ങളുടെ മക്കളെ തേടി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് വളരെ താമസിച്ചായിരിക്കും നിങ്ങളുടെ മക്കൾക്ക് കല്യാണം എന്നുള്ള സുഖം ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അത് നല്ലൊരു സുഖമാണ്, അതായത് നല്ല ഒരു ബന്ധമാണ് ഇവരെ തേടി വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ബന്ധം നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിനെല്ലാം നല്ലതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, സ്ഥിരത ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് എന്ന് പറയുന്നത് രണ്ട് ആൾക്കാരുടെ ഇടയിൽ ഉള്ള കാര്യമാണ്. പക്ഷേ കുടുംബത്തിൻ്റെ എല്ലാം ഐക്യതയോടുകൂടി നടക്കുമ്പോഴേ അതൊരു നല്ല ഒരു ഇതായി മാറുന്നത്. ഇവിടെ നിങ്ങൾ പേരൻസാണ് ഈ റീഡിങ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ബന്ധം വരും. ആ ഒരു ബന്ധം നിങ്ങളുടെ വീട്ടിൽ വരുന്നതോടെ കുടുംബത്തിലും എല്ലാം ഐശ്വര്യം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ 7 ദിവസത്തിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനൊരു കോള് വരുന്നത്. നല്ലൊരു ബന്ധം വന്നൊക്കെയാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് ബന്ധം ചോദിച്ചുകൊണ്ട് കോള് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വരാൻ പോകുന്ന 7 ദിവസത്തിനുള്ളിൽ ആ വ്യക്തികൾ വളരെ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും. അവർ നിങ്ങളുടെ സാഹചര്യം, നിങ്ങളുടെ അവസ്ഥ എല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളുടെ മോനോ മോളോ ആരുമായിക്കൊള്ളട്ടെ, ഓപ്പോസിറ്റുള്ള വ്യക്തി നിങ്ങളുടെ കുടുംബത്തെയും എല്ലാം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികൾ റിലേറ്റഡുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് അവസാനിക്കാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ബന്ധം തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഇവിടെ ചില കുട്ടികൾ അമ്മമാരുടെ വാക്കുകൾ കേൾക്കുന്നില്ല. അപ്പോൾ അമ്മമാർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു. അങ്ങനെ ഒരു ഇതിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ പറയുന്നത് എന്താണോ അത് കുട്ടികൾ കേൾക്കുന്നതായിട്ട്, അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി കുട്ടികൾ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ, അതായത് പുറത്തുള്ള ആൾക്കാർ മുഖേന അല്ലെങ്കിൽ അറിയാതെയോ അറിഞ്ഞോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ നല്ലതായിട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി അങ്ങോട്ട് ഈ കഴിഞ്ഞു പോയ സമയങ്ങളിൽ 2025, 2026 സമയത്ത് ബന്ധങ്ങളിൽ വിള്ളൽ ഭയങ്കരമായിട്ട് കാണാൻ സാധിച്ചിരുന്നു. അതായത് കുടുംബത്തിലുള്ളവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാതെ വഴക്കിടുന്ന ആ ഒരു സ്ഥിതി, ഭയങ്കരമായിട്ട് ബന്ധങ്ങളിൽ ഒരു അകൽച്ച, അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചിരുന്നു. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഈ ബന്ധങ്ങളിൽ ഇനി ഒരു റീകവറി ഉണ്ടാവത്തില്ല, ഇത് പിരിഞ്ഞതാണെങ്കിൽ പിരിഞ്ഞത് തന്നെ, ഇനി ഒന്നും കൂട്ടി യോജിക്കത്തില്ല, അങ്ങനെ വരെ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഗ്രഹങ്ങളുടെ ആ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു മാറ്റം, ഒരു ചേഞ്ച് വരികയാണ്. അതായത് ഇങ്ങനെയുള്ള മതഭേദങ്ങൾ, വഴക്കുകൾ ഇതെല്ലാം മാറി ബന്ധങ്ങളിൽ ഒരു സ്നേഹവും ഒരു ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധങ്ങൾക്കും ഇടയിൽ എന്തൊക്കെ വിള്ളലുണ്ടായോ അതെല്ലാം നേരെയാക്കി നിങ്ങളുടെ ആ ഒരു പഴയ ബന്ധത്തെ തിരികെ നിങ്ങളുടെ കയ്യിൽ വച്ചു തരിക. അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ വരാൻ പോകുന്ന സമയം ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹൃദയം ഏറ്റവും കൂടുതൽ വേദനിച്ച നിങ്ങളുടെ സ്വന്തം ആൾക്കാർ മുഖേനയാണ്. അവരുടെ ആ ഒരു വാക്കുകൾ മുഖേനയാണ് നിങ്ങൾ ഒത്തിരി വേദനിച്ചത്. അങ്ങനെ വേദനിച്ച ഹൃദയത്തെ വീണ്ടും തണുപ്പിക്കാൻ അവർ തന്നെ വേണം. നിങ്ങളുടെ ആ ഒരു സ്വന്തം ആൾക്കാർ തന്നെ വേണം. അവരുടെ ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു മോശം രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാവാതെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകും. നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിലുള്ള വിള്ളൽ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായത് കാരണം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥയായിരുന്നു. ആരെ വിശ്വസിക്കണം? സ്വന്തം ആൾക്കാർ തന്നെ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പുറത്തുള്ളവരെ വിശ്വസിക്കും? ആ ഒരു അവസ്ഥയിൽ കൂടെ നിങ്ങൾ കടന്നുപോയി. അതായത് ആരെയും വിശ്വാസമില്ലാത്ത അവസ്ഥ. കാരണം അത്രമാത്രം ചതിയാണ് നിങ്ങൾക്ക് കുടുംബത്തിലുള്ളവരിൽ നിന്ന് ലഭിച്ചത്. മുന്നേ ചില ഗ്രഹങ്ങളുടെ ആ ഒരു സംയോഗം കാരണം നിങ്ങളുടെ ലൈഫിൽ നിന്ന് പല കാര്യങ്ങളും റിലീസായിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു ഗ്രഹങ്ങളുടെ ആ ഒരു സ്ഥിതി വെച്ച് എല്ലാം തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, റിക്കവറി ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ലഭിച്ചത് ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടാണ്. ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരി വിഷമം ലഭിച്ചു. ഇവിടെ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാർ തിരികെ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. കാരണം സമയം മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ്. ആദ്യം സമയം മോശമാകുന്നപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളെ വിട്ടിട്ട് പോയി. സമയം നിങ്ങൾക്ക് ഫേവറായപ്പോൾ ഈ വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ കോള് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എനിക്ക് നിന്നോട് സംസാരിക്കണം, നമ്മൾ തമ്മിൽ ഉള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കാം എന്നുള്ള രീതിയിലൊക്കെ കോള് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആ ഒരു പിണക്കം മാറി സന്തോഷമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സമയം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സമയം ഇപ്പോൾ നിങ്ങളുടെ ഫേവറായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക. അതായത് ഇതാണ് എൻ്റെ ആഗ്രഹം, ദൈവമേ ഇതങ്ങ് സാധിച്ചു തരണം. എന്നിട്ട് പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകരുത്, ഫ്രീ ആവുക. എന്നിട്ട് നിങ്ങൾക്ക് വാല്യൂ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് എത്തുന്നത്. എത്ര പ്രാവശ്യം എത്ര റീഡിങ്ങിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കണം എന്ന്. കാരണം നമ്മുടെ ആഗ്രഹം എന്താണോ അത് പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തുന്നു.
ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു ആഗ്രഹത്തിൻ്റെ പിറകെ പോകരുത്. ആ ഒരു ആഗ്രഹം നിങ്ങളുടെ പിറകെ വരണം, അതാണ് വേണ്ടത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ലവ് ചെയ്യുക. നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്, ഒന്നിനെയും നിങ്ങൾ ചേസ് ചെയ്യാൻ പോകരുത്. നിങ്ങൾ മറിച്ച് ആ ആഗ്രഹം നിങ്ങളുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞ് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുമ്പോൾ ആഗ്രഹം പെട്ടെന്ന് നിങ്ങളുടെ അടുത്തെത്തും. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ നേരെയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, ഫാമിലി മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫുമായിട്ട്. അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യാൻ പോലും നിങ്ങൾക്ക് വാല്യൂ കൊടുത്തു നോക്കൂ. അപ്പോൾ അവർ പിറകെ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഒരു പ്രാവശ്യം നിങ്ങൾ സത്യസന്ധമായിട്ട് പ്രാർത്ഥന ചെയ്യുക നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി, പിന്നെ ഫ്രീ ആവുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി കൂടുതലായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഇവിടെ നിങ്ങൾ എപ്പോഴാണ് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നത്, അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്ത് വേഗം വരുന്നതാണ്. ഇവിടെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്താൽ മാത്രം മതി, നിങ്ങളുടെ ആ ഒരു സന്തോഷം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഗവൺമെൻറ് ജോലി കിട്ടണം, അല്ലെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാൻ പോകണം, എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ വിഷയം. അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പുകൾ ചെയ്യണം, അല്ല ചുമ്മാ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇവിടെ ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വീണ്ടും നിങ്ങൾ കൊണ്ടുവരരുത്. അയ്യോ ഇത് സംഭവിച്ചില്ല, അത് സംഭവിച്ചില്ല എന്ന് പറയുന്ന രീതിയിൽ നെഗറ്റീവ് തോട്ട്സ് ഒരിക്കലും നിങ്ങൾ കൊണ്ടുവരരുത്. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എനിക്ക് ആഗ്രഹമുള്ള ആ ഒരു ജോലി എനിക്ക് ലഭിക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് കൊണ്ടുവരിക എപ്പോഴും. ഇവിടെ സ്വയം തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സമയം നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്ത് മെസ്സേജ് തരുന്നുണ്ടെങ്കിലും അതിനെ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതെന്താണ് എന്ന്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സമയം എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ആ ഒരു ബുദ്ധി, ഈ പൂർണ്ണമായിട്ടുള്ള ബ്രഹ്മാണ്ടം എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം. ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ കോവിലിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സൈൻ ലഭിക്കും. ആ സൈൻ ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ദൈവം ആഗ്രഹിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിക്കണമെന്ന്, എൻ്റെ ആഗ്രഹം നടക്കത്തില്ല, അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സൈൻ എനിക്ക് ലഭിക്കുന്നത് എന്ന്. ചിലപ്പോൾ നെഗറ്റീവ് സൈൻ ആയിരിക്കാം അത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, നിങ്ങൾ ഭയങ്കരമായിട്ട് നെർവസ് ആവും, ഇങ്ങനെയുള്ള സൈനാണല്ലോ ലഭിച്ചത്, ഇനി എൻ്റെ പ്രാർത്ഥന നടക്കത്തില്ല, ദൈവം ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രാർത്ഥന നടക്കത്തില്ല എന്നായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുക, ദൈവം പറയുന്നത് നിങ്ങൾക്ക് പ്രാർത്ഥന പോലും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ആഗ്രഹം തനിയെ നടക്കുന്നതാണ് എന്നാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥനകൾ ചെയ്യേണ്ട ആവശ്യമില്ല. സമയമാകുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് എത്തുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഇങ്ങനെ നിങ്ങളോട് പറയണം, നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും ഇങ്ങനെ പ്രാർത്ഥന ചെയ്യേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നെങ്കിൽ അത് നിങ്ങൾ കേൾക്കുക. ഇവിടെ ചില ആൾക്കാർക്ക് ഈ ഒരു സമയമെന്ന് പറയുന്നത് അവരുടെ ഹൃദയം പോലും ഒന്നും ആഗ്രഹിക്കാൻ അവർക്ക് തോന്നുന്നില്ല. എന്തിനാവശ്യമില്ല പ്രാർത്ഥിക്കണം, ഒന്നും പ്രാർത്ഥിക്കുന്നത് നടക്കുന്നില്ല, പിന്നെ എന്തിന് പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നൽ. പക്ഷേ ദൈവം അങ്ങനെ നിങ്ങളുടെ ആ ഒരു ഹൃദയത്തെ ക്രിയേറ്റ് ആക്കിയതാണ്. കാരണം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിലുള്ളത് തനിയെ തന്നെ ലഭിക്കുക, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ദൈവം നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു എനർജിയിൽ വന്നത് തന്നെ. നിങ്ങളിൽ പല ആൾക്കാരും സാഡ്നെസ് ആയിട്ടിരിക്കുകയാണ്. ആ ഒരു സാഡ്നെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പുറത്തു വരുവാനാണ് യൂണിവേഴ്സ് പറയുന്നത്. കാരണം സന്തോഷം നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ സാഡ്നെസ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങളുടെ എനർജി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതിനെ ഹീൽ ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര പാടായിരിക്കും. ഒരു സുനാമി നമ്മളെ വന്ന് എല്ലാം എടുത്തുകൊണ്ട് പോകത്തില്ല, അതേപോലെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര സമയമെടുക്കും അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി. അത്രമാത്രം ഒരു ഹീൽ ചെയ്യാൻ പാടുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷെ നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കും, പക്ഷെ നിങ്ങൾക്ക് സ്വയം ഹീലാവാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ അത്രമാത്രം വേദനയാണ് ഉള്ളത്. ആ ഒരു വേദനകളിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഒരു ബാലൻസ് ആയിട്ട് സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളത് കുറച്ച് പാടുള്ള കാര്യമാണ്. പക്ഷേ ഈ ഒരു കാര്യം പ്രകൃതി അല്ലെങ്കിൽ സമയം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ എന്ത് വേദനയാണോ നിങ്ങൾക്കുള്ളത് ആ വേദനയിൽ നിന്ന് നിങ്ങളെ പുറത്ത് കൊണ്ടുവന്ന് നിങ്ങളെ അതിൽ നിന്ന് ഒരു ഹീലിംഗ് നിങ്ങൾക്ക് തന്ന് ആ ഒരു വിഷമമെല്ലാം നിങ്ങൾ മറന്ന് അത് റിലീസാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ.
ഇവിടെ അത്രമാത്രം ഒരു ശാന്തമാക്കി മാറ്റും നിങ്ങളുടെ എനർജി. ഇപ്പോൾ നിങ്ങളുടെ എനർജി വളരെ വിഷമാവസ്ഥയിലായിരിക്കും, പക്ഷേ അത്രമാത്രം നിങ്ങളെ ശാന്ത അവസ്ഥയിലേക്ക് സമയം കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓറഞ്ച് ബ്ലൂ കളർ കോമ്പിനേഷൻ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക ശിവശക്തിയുടെ ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ മേലുണ്ട് എന്നാണ്. ആ രണ്ട് മൂർത്തികൾ നിങ്ങളുടെ എല്ലാ ദുഃഖത്തെയും വിഷമത്തെയും അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ ഹീലിംഗ് പ്രോസസ്സ് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും വേദനകളും സാഡ്നെസ്സും എല്ലാം റിലീസായി പോകുന്നതാണ്. കൂടാതെ ഇങ്ങനൊരു വഴി ഉണ്ടാവുന്നതാണ്. ഇനി ഒരു സാഡ്നെസ്സും ഈ ഒരു വേദനയും വിഷമവും ഇനി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പാടില്ല. ആ രീതിയിൽ അതിൻ്റെ ആ ഒരു വഴി ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറച്ചൊന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും മെഡിറ്റേഷനിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലെ വേദനകൾ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് കുറച്ച് കുറയും. അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഒന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എല്ലാ റീഡിങ്ങിലും എപ്പോഴും എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും സാഡ്നെസ് ആയിട്ടുള്ള ഒരു വാക്ക് വരും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു സംസാരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരെയാക്കണം എന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ മാത്രമല്ലേ പരസ്പരം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കണം. ആ ഒരു രീതിയിലുള്ള ആ ഒരു കുഴപ്പം നിങ്ങളുടെ ഭാഗത്തുണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ആക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് സമയം കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു സമയം നിങ്ങൾ കൊടുക്കുക ഓപ്പോസിറ്റുള്ള വ്യക്തിക്ക്. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കും അങ്ങോട്ട് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കിപ്പോൾ വൈറ്റ് കളറിലുള്ള ബേർഡ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കൊടുക്കുക മനസ്സിലാക്കാൻ വേണ്ടി. ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ വേണ്ടി സമയം കൊടുക്കാനാണ് ഈശ്വരൻ പറയുന്നത്. എങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു തെറ്റിദ്ധാരണ മാറുകയുള്ളൂ, ബന്ധങ്ങളിൽ നല്ലത് വരികയുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുടുംബത്തിലുള്ളവർ തമ്മിൽ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ 7 ദിവസത്തിനുള്ളിൽ കോള് വരുമെന്ന്, അതും ഉണ്ടാകും. ഇവിടെ ഇനി കുഞ്ഞുങ്ങളാണ് നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നത്, നിങ്ങളുടെ മക്കളാണ് പിണങ്ങിയിരിക്കുന്നതെങ്കിൽ അവരുടെ ആ ഒരു ബന്ധത്തിലും ഒരു മാറ്റം വരുത്തും. മക്കൾ നിങ്ങളെ മനസ്സിലാക്കുന്നതായിട്ട്, അവർ നിങ്ങളോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വരുന്നതായിട്ട് അങ്ങനെയും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏത് രീതിയിലുള്ള ബന്ധങ്ങളായാലും ആ ബന്ധത്തിൽ ഒരു മാറ്റം നല്ല രീതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ബന്ധങ്ങളിലുള്ള വിള്ളൽ മാറി എല്ലാം നല്ലതാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാകും, ഈ ഒരു സംബന്ധം നേരെയാകുമോ എന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു സംബന്ധം നേരെയാകും എന്നാണ് ഇവിടെ ആൻസർ വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആ ഒരു കാര്യമായിരിക്കും നിങ്ങൾ നോക്കുന്നത്. മക്കളുടെ ആ ഒരു നല്ല ഒരു ബന്ധം മക്കൾക്ക് കിട്ടുമോ, മക്കൾക്കും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരെയാകുമോ, അതൊക്കെയായിരിക്കാം നിങ്ങൾ നോക്കുന്നത്. ഇവിടെ അസംഭവ്യമായ കാര്യങ്ങൾ സംഭവമാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് ഒരിക്കലും. ഇവിടെ നിങ്ങൾ എത്രത്തോളം നല്ലത് ചിന്തിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നല്ലത് സംഭവിക്കുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് അച്ഛൻ്റെ കൂടെയാണ് ഒരു ബന്ധം മോശമായിരിക്കുന്നത്. ഇവിടെ ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വരാൻ സമയം ഉണ്ടാവുന്നതാണ്. അച്ഛനുമായിട്ട് ഉള്ള ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെയാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ വർക്ക് പ്ലേസിൽ എന്തെങ്കിലും മോശം പ്രശ്നമാണ് ഉള്ളത് എങ്കിൽ അവിടെ എല്ലാം നേരെയാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൻ്റെ ബാക്കി പോർഷൻ ഞാൻ നാളെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.